എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. ഇതെൻ്റെ ഉപ്പയാണ്. കിഡ്നി മാറ്റി വെക്കാൻ 40 ലക്ഷം ചെലവുണ്ട്. എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള നല്ലവരായ ജനങ്ങളെ, നാട്ടുകാരെ, ഞാൻ 30 വർഷത്തോളം ഈ മഹല്ലത്തിൽ താമസിക്കുകയും 10-12 വർഷത്തോളം ഈ മഹല്ലത്തിൽ മദ്രസയിലും പള്ളിയിലുമായി ജോലിയെല്ലാം ചെയ്ത് കുറച്ച് വർഷത്തോളം ഗൾഫിൽ പോയി വന്ന് 2-3 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടും സ്ഥലവുമെല്ലാം ആധാരമെല്ലാം ബാങ്കിൽ വെച്ചിട്ടാണ് ഇതുവരെ ചികിത്സിച്ചത്. ഇനി ഒരു നിലക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത് എൻ്റെ ഭർത്താവാണ്. എൻ്റെ കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യുകയാണ്. ഡയാലിസിസ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. കിഡ്നി മാറ്റി വെക്കാൻ 40 ലക്ഷത്തോളം രൂപ വേണം. അതിന് വേറൊരു വഴിയും ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾ കൊണ്ടോട്ടിയിലെ പുളിക്കൽ വലിയ പറമ്പ് എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, ബഹുമാന്യനായ ബീരാൻകുട്ടി സാഹിബുണ്ട്. ഈ പ്രദേശത്തെ, ഈ പഞ്ചായത്തിലെ തന്നെ, മണ്ഡലത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരുമുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ നാട്ടുകാരനായ പുളിക്കൽ വലിയ പറമ്പ് സ്വദേശിയായ PP സെയ്ദലവി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത് കക്ഷി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. ഇതിന് അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സെയ്ദലവി ഉസ്താദിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം പ്രത്യേകിച്ച് മത പ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ്. എല്ലാവരുടെയും സഹായം ഈ സെയ്ദലവി ഉസ്താദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിക്കണം എന്നെല്ലാവരോടും വളരെ സവിനയം അഭ്യർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാവട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, സഹായങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരു നാട് മുഴുവൻ ബഹുമാനപ്പെട്ട MLA അവരുകളും ഈ നാട്ടിലെ പൗരപ്രമാണിമാരും ഈ നല്ലവരായ നാട്ടുകാരൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത് 30 വർഷത്തോളമായി ഈ നാട്ടിലെ മക്കൾക്ക് ഇൽമു പകർന്നു നൽകിയ ഒരു മതപണ്ഡിതന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സെയ്ദലവി ഉസ്താദിന്റെ ജീവൻ ഇപ്പൊ നമ്മുടെയൊക്കെ വിരൽത്തുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരും നമ്മുടെ കയ്യിലുള്ള 1 രൂപയാണെങ്കിൽ 1 രൂപ ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ നൽകണമെന്നും, ഈ നാടിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദിനെ നമ്മൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കും. നമ്മുടെ നാട്ടിലുള്ള മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ, അതുപോലെ ഫാമിലി, സ്കൂൾ, കോളേജ്, മറ്റ് ഗ്രൂപ്പിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നമ്മുടെ മക്കൾക്ക് ഇൽമു പകർന്നു നൽകി നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട MLA ഇവിടെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ PP സെയ്ദലവി മുസ്ലിയാർ ഞങ്ങളുടെ നാട്ടിലെ വളരെ ചെറുപ്പം മുതൽ തന്നെ മദ്രസയിൽ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ച് നിത്യനിദാന ചെലവിനു വേണ്ടി കണ്ടെത്തി മുന്നോട്ട് പോയിരുന്ന PP സെയ്ദലവി മുസ്ലിയാർക്ക് ഇന്ന് വലിയൊരു രോഗം ബാധിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ സംരംഭത്തിൽ സഹകരിക്കണമെന്നും സെയ്ദലവി മുസ്ലിയാരുടെ ചികിത്സക്ക് ആവശ്യമായ തുക സമാഹരിക്കുന്നതിന് വേണ്ടി അവനാൽ കഴിയുന്നത് ഓരോരുത്തരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി ഈ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, പുളിക്കൽ പ്രദേശത്തെ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ബീരാൻകുട്ടി സാഹിബ്, അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ, ചികിത്സാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം നിങ്ങളുമായി സംസാരിക്കുന്നു. ഞാൻ KP ബീരാൻകുട്ടി, വലിയ പറമ്പ്. അസ്സലാമു അലൈക്കും. കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട MLAയും പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ രംഗത്ത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ ആർക്കൊക്കെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാ രീതിയിലും അതിന്റെ സഹായങ്ങൾ എത്തിച്ചേരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊള്ളുന്നു.
അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് 17 വാർഡ് മെമ്പർ PN അസ്രഫ്. എല്ലാവരും അകമഴിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.